1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നാഴികക്കല്ലായ കൊയിലാണ്ടി കീഴരിയൂർ ബോംബ് കേസ് 84 വർഷങ്ങൾ പിന്നിടുന്നു. മലബാറിലെ ഏറ്റവും വലിയ സായുധ ചെറുത്തുനിൽപ്പിന്റെ ഓർമ്മകൾ പുതുക്കാൻ കീഴരിയൂരിലെ വള്ളത്തോൾ വായനശാല പ്രവർത്തകരും നാട്ടുകാരും ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ സ്മാരക മന്ദിരത്തിൽ ഒത്തുകൂടി. ഒരാഴ്ച നീളുന്നതാണ് ഇവിടുത്തെ ക്വിറ്റ് ഇന്ത്യ ദിന പരിപാടികൾ. കീഴരിയൂർ പഞ്ചായത്തിലെ 7ഓളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ സ്മാരകത്തിൽ സ്വാതന്ത്ര്യസമര സേനാനികളുടെ വേഷപ്പകർച്ചയിൽ എത്തിയത് ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലായി. കീഴരിയൂർ സായുധ സമര പോരാളികളുടെ പ്രധാന ലക്ഷ്യം മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനങ്ങൾ നശിപ്പിക്കുക എന്നതായിരുന്നു. സോഷ്യലിസ്റ്റ് നേതാവ് ഡോക്ടർ KB മേനോനായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഇവർ കോഴിക്കോട് ചാലപ്പുറത്ത് രഹസ്യയോഗം ചേർന്നു. തുടർന്ന് കീഴരിയൂരിലെ കൂന്തലിള്ളതിൽ എന്ന വീട്ടിൽ രഹസ്യമായി ബോംബ് നിർമ്മിക്കുകയായിരുന്നു. ഇതുമായി ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഓഫീസുകൾ, റെയിൽവേ പാളങ്ങൾ, ടെലഗ്രാഫ് ലൈനുകൾ തുടങ്ങിയവ തകർത്ത് ബ്രിട്ടീഷ് ഭരണത്തെ സ്തംഭിപ്പിച്ചു. പിൽക്കാലത്ത് ഇത് മലബാറിലെ ഏറ്റവും വലിയ ചരിത്രമായെന്ന് വള്ളത്തോൾ ഗ്രന്ഥാലയം പ്രസിഡന്റ് വിനോദ് ആതിര പറഞ്ഞു. ബോംബ് നിർമ്മാണത്തിന്റെ സാമഗ്രികൾ ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കുറുമയിൽ നാരായണൻ എന്ന് പറയുന്ന ഇവിടെയുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും കുറുമയിൽ കേളുക്കുട്ടി എന്ന് പറയുന്ന ആള് ബോംബ് കേസ് പ്രതിയാണ്. KB മേനോന്റെ നേതൃത്വത്തിൽ ഇവിടുന്ന് ബോംബ് നിർമ്മിക്കുകയും അതിന്റെ ഒരു പരീക്ഷണമായിട്ട് ഒരു സ്ഫോടനം ഇവിടെ നടക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈ ബോംബിന്റെ അത്യാവശ്യ കാര്യങ്ങൾ പുറത്തേക്ക് അറിയാനിടയായത്. അതിനുശേഷം ഈ അഖിലേന്ത്യാ വിധ്വംസക ദിനം എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയും കോൺഗ്രസിനകത്ത് തന്നെയുള്ള സോഷ്യലിസ്റ്റുകൾ, ജയപ്രകാശ് നാരായണന്റെ അനുയായികളാണ് ശരിക്കും ഇതിന്റെ പിന്നണിയിൽ ഉണ്ടായിരുന്നത്. KB മേനോനൊക്കെ അങ്ങനെയാണ്, അത്തായി മാഞ്ഞൂരാർ അങ്ങനെ തുടങ്ങിയ പ്രഗത്ഭരായ ആളുകളാണ്. സമരക്കാർ ചേമഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസ്, തിരുവണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ, ഉള്ളിയേരി പാലം എന്നിവ തകർക്കുകയും ടെലഗ്രാഫ് ലൈനുകൾ മുറിച്ചു മാറ്റുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് ബ്രിട്ടീഷ് പോലീസ് കീഴരിയൂരിലും പരിസര പ്രദേശത്തും നടത്തിയ വ്യാപകമായ റെയ്ഡിൽ ഒട്ടേറെ പേർ പിടിയിലായി. അന്ന് പ്രതികളായ 27ഓളം പേരുടെ പേരുകൾ ഇവിടെ സ്മാരകശിലയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. VA കേശവൻ നായർ, CP ശങ്കരൻ നായർ, കുറുമയിൽ നാരായണൻ തുടങ്ങിയവരാണ് കോഴിക്കോട്ടെ പ്രധാനികൾ. ഈ സമരപോരാട്ടത്തിന്റെ ഓർമ്മകൾ നിലനിർത്താനും പുതുതലമുറയിലേക്ക് ചരിത്ര അവബോധം ഉണ്ടാക്കുകയുമാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യമെന്ന് സെക്രട്ടറി P. ശ്രീജിത്ത് പറഞ്ഞു. ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിന് പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കീഴരിയൂരിന്റെ ഒരു സമരചരിത്രവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ചരിത്രവും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. വലിയൊരു പാരമ്പര്യം കീഴരിയൂരുണ്ട്. ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് വായനശാല ഇത്തരം പ്രവർത്തനങ്ങളോടെ ആലോചിക്കുന്നത്. വൈകിട്ട് സ്വാതന്ത്ര്യസമര നേതാക്കളുടെ വേഷപ്പകർച്ചയോടെ നടന്ന അനുസ്മരണ റാലി കീഴരിയൂർ ബോംബ് കേസ് സ്മാരക ഓഡിറ്റോറിയത്തിൽ നിന്നും നഗരം ചുറ്റി ടൗണിൽ സമാപിച്ചു.